നിരഞ്ജനയ്ക്ക് വിശ്വസിക്കാനായില്ല. കൈമോശം വന്ന നല്ല ദിനങ്ങൾ മടങ്ങി വരികയാണോ? നിരഞ്ജന മോനുവിനെ ഡ്രസ് ചെയ്യിപ്പിച്ച് ഹാളിൽ വരുമ്പോൾ സുധീഷ് പത്രം നോക്കിയിരിപ്പുണ്ട്. അവൻ അവളുടെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങി. ഞങ്ങൾ റെഡി. പത്രം മടക്കിയിട്ട് അയാൾ എഴുന്നേറ്റ് ചെന്ന് കാറിന്റെ കീ എടുത്ത് പുറത്തേക്ക് പോയി. വാടാ മോനെ. കുഞ്ഞിനെയും എടുത്ത് ഉത്സാഹത്തോടെ നിരഞ്ജന വാതിൽ പൂട്ടിയിറങ്ങി. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് സുധീഷ് കാറും എടുത്ത് വന്നു. കുഞ്ഞിനെയും കൊണ്ട് അവൾ മുൻ സീറ്റിൽ കയറി. ഗേറ്റ് കടക്കുമ്പോൾ അവൾ പറഞ്ഞു, ലുലു മോളിൽ പോവാം, വേറെയും കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. ഒന്നും മിണ്ടാതെ അയാൾ കാർ ഓടിച്ചു. വണ്ടി ലുലു മോളിന് മുന്നിലെത്തി. സുധീഷിന് ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതി വളരെ വേഗത്തിൽ നിരഞ്ജന പർച്ചേസ് പൂർത്തിയാക്കി. അയാൾ അക്ഷമ പ്രകടിപ്പിക്കാതെ നിഴൽ പോലെ കൂടെ നിന്നു. കുഞ്ഞ് അയാളുടെ കയ്യിലായിരുന്നു. എസ്കലേറ്റർ വഴി താഴേക്ക് വരുമ്പോൾ മുകളിലേക്ക് വന്നുകൊണ്ടിരുന്ന എസ്കലേറ്ററിൽ ഒരാളെ കണ്ട് നിരഞ്ജനയുടെ മുഖം വിളർന്നു. മുന്നിലുണ്ടായിരുന്ന സുധീഷിന്റെ ചുമലിൽ അവൾ കൈവച്ചു. സുധി നോക്ക്, അതാണ് ആലീസ്. അവിടെ നിൽക്കുന്ന അർച്ചനയെ സുധീഷ് കണ്ടു. ആലീസേ, നിരഞ്ജന ഉറക്കെ വിളിച്ചു. അർച്ചന മുഖം തിരിച്ചപ്പോൾ നിരഞ്ജനയും സുധീഷിനെയും കണ്ടു. അവൾ നടുങ്ങിപ്പോയി. അവിടെ നിൽക്ക്, ഞങ്ങൾ അങ്ങോട്ട് വരുന്നു. താഴേക്ക് പോകുമ്പോൾ നിരഞ്ജന വിളിച്ചു പറഞ്ഞു. ഒരു ചുഴിയിൽ വട്ടം കറങ്ങുകയായിരുന്നു സുധീഷ്. ആലീസ് അർച്ചനയോ? നോവൽ തുടരും.